ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ കൂടെ തന്നെ നമ്മുടെ ബിഹേവിയറൽ ഡെവലപ്മെന്റിനും കൂടെ ഉള്ളതും കൂടെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഹേവിയർ ഒക്കെ ഡെവലപ്പ് ആവുന്ന ഒരു ടൈമാണ് നമ്മുടെ ഈ ഗ്രോയിങ് പീരീഡിൽ. അപ്പൊ അതെങ്ങനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് നമ്മുടെ ഈ പ്രാക്ടീസിലൂടെ നമുക്കത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട്, അല്ലെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ, അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്ട്രെസ് റിലീഫ്ഡ് ആയിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ബിഹേവിയർ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതും കൂടെ ഇന്നത്തെ പ്രാക്ടീസിൽ നമ്മൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ പോലെ നമ്മൾ എപ്പം യോഗ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഓം ചാൻഡിങ്ങിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അന്ന് ക്ലാസ്സിൽ ഇല്ലാത്തവർക്ക് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഓം ചാൻഡിങ് എന്ന് പറയുന്നത് അത് 3 സിലബിൾസ്, അത് ഓം എന്ന് പറയുന്ന ഒരു സൗണ്ട് ആണ്, ഒരു വൈബ്രേഷൻ ആണ്. അപ്പൊ അത് 3 സൗണ്ട് ചേരുമ്പോഴാണ് ഓം എന്ന് പറഞ്ഞ സൗണ്ട് വരുന്നത്. ആ 3 സിലബിൾസ് ആണ് അതിലുള്ളത്. ഫസ്റ്റ് വരുന്നത് അക്കാര. അക്കാര എന്ന് പറയുന്നത് ആ ശബ്ദമാണ്. പിന്നെ വരുന്ന ഉക്കാര. ഉക്കാര എന്ന് പറയുമ്പോൾ ഊ സൗണ്ട്. പിന്നെ ലാസ്റ്റ് വരുന്നത് മക്കാര എന്ന് പറയുമ്പോൾ മാ സൗണ്ട്. അപ്പൊ ഈ ആ, ഉ, മാ, ഈ 3 സൗണ്ടും കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ് ഓം എന്ന് പറഞ്ഞ സൗണ്ട് വരുന്നത്. അപ്പൊ നമ്മള് അതൊരു ഒരു ഡിവൈൻ സൗണ്ട് ആണ്. വളരെ പീസ്ഫുൾ ആൻഡ് കാം ആക്കുന്ന ഒരു വൈബ്രേഷൻ ആണ് ഈ ഓം ശബ്ദം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോ യോഗാസന സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഓം സൗണ്ട് അല്ലെങ്കിൽ ഓം ചാൻഡിങ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു ഡിവൈൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗോഡ്ലി അപ്രോച്ച് ഉള്ള സാധനമാണ്. അപ്പൊ നമുക്ക് ഈ സെഷനും യോഗ ഓം ചാൻഡിങ്ങിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഒരു മൈൻഡ് കാമിങ് അല്ലെങ്കിൽ ഈ ഒരു യോഗിക് സ്റ്റേറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു മൈൻഡ് കാമിങ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യും. പിന്നെ നമ്മൾ പ്രാണായാമാസിലേക്ക് പോവും. അത് കഴിഞ്ഞ് യോഗാസനാസ്, മെയിൻ ആയിട്ടുള്ള യോഗാസനാസ് ചെയ്യും. ആൻഡ് ഫൈനലി നമ്മൾ മെഡിറ്റേഷനോടുകൂടെ നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യും. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മുടെ സെഷന്റെ സ്ട്രക്ചർ പോവുക. അപ്പൊ എല്ലാവരും റെഡി അല്ലേ സ്റ്റാർട്ട് ചെയ്യാൻ? ഓക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓം ചാൻഡിങ് ചെയ്യാം. അപ്പൊ അതിന് നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പോസ്ചറിൽ ഇരിക്കുക. നിങ്ങൾക്ക് ഏത് പോസ്ചറാണോ ഏറ്റവും കംഫർട്ടബിൾ അങ്ങനെ ഇരിക്കുക. അതിനുശേഷം കൈ ചിൻ മുദ്രയിൽ വെക്കുക. ചിൻ മുദ്ര എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഡെക്സ് ഫിംഗറും തമ്പും കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ചിൻ മുദ്രയിൽ വെക്കുക. അത് നമ്മുടെ മുട്ടിന്റെ മേലെയായിട്ട് വെക്കുക. അതിനുശേഷം നട്ടല് നേരെയാക്കി നിവർന്നിരിക്കുക. അത് കഴിഞ്ഞ് കണ്ണുകൾ അടയ്ക്കുക. ഫസ്റ്റ് ഒരു തവണ ഓം ചാൻഡ് ഞാൻ ചെയ്ത് കാണിക്കാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അപ്പൊ ഫസ്റ്റ് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം. അത് കഴിഞ്ഞ് ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്താണ് നമ്മൾ ഓം സൗണ്ട് ചാൻഡ് ചെയ്യുക. ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്താൽ മതിയേ. ഇൻഹെയിൽ ചെയ്തു. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ഓം ചാൻഡിങ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ഇൻഹെയിൽ ചെയ്യണം മൂക്കിലൂടെ. അത് കഴിഞ്ഞ് എക്സെയിൽ ചെയ്യുന്ന സമയത്താണ് ഓം ചാൻഡ് ചെയ്യേണ്ടത്. ആ ഓമിലൂടെ നമ്മൾ എക്സെയിൽ ചെയ്യണം. ഓക്കെ. അപ്പൊ എല്ലാവരും റെഡി ആയിട്ടിരുന്നോ? കൈ ചിൻമുദ്രയിൽ വെക്കുക, മുട്ടിന്റെ മേലെ വെക്കുക, നട്ടല് നിവർത്തി നേരെ ഇരിക്കുക, കണ്ണുകൾ അടയ്ക്കുക. ഇൻഹെയിൽ. Once again, inhale. Once again, inhale.